ഹേ ഗായ്സ്, സമയം 3:30 മുതൽ 4 മണി എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അജ്മാനിൽ വന്നിട്ട് കുറച്ച് ദിവസമായി, പക്ഷെ അജ്മാൻ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അജ്മാൻ വെറുതെ ഇറങ്ങിയതാണ്. ഈ സമയത്ത് ഉറക്കം ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്ന സമയം എന്ന് പറയുന്നത് ഒരു 4 മണി 5 മണി 6 മണിയൊക്കെ ആകും. അപ്പോൾ ഈ ടൈമിൽ ഈ ഒരു സിറ്റി സിറ്റി അല്ല, ഇതൊരു സ്ട്രീറ്റ് ആണ്. ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. അതായത് നമുക്കിപ്പോൾ സലൂണിൽ പോകണമെങ്കിൽ സലൂണിൽ പോവാം, റെസ്റ്റോറൻറ്റ് വേണമെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോവാം. അങ്ങനെ എല്ലാം അവിടുത്തെ ഓപ്പൺ ആയിരിക്കും. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് വരെ ഓപ്പൺ ആണ് ഗൈസ്. കണ്ടോ, സൂപ്പർ മാർക്കറ്റ് വരെ ഓപ്പൺ ആണ്. ഇവിടെ എല്ലാം ഓപ്പൺ ആയിരിക്കും. ഈ ഭാഗത്തൊന്നും അധികം ആൾക്കാരില്ല, പക്ഷെ ഞങ്ങൾ വന്ന വഴി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവിടെ ഒരുപാട് കാര്യങ്ങൾ ഓപ്പൺ ആയിരുന്നു. പക്ഷെ ഇവിടെ അധികം വലുതായിട്ടൊന്നും ഓപ്പൺ അല്ല. ഞങ്ങൾ ഈ വഴി കയറിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഈ വഴി ഈ പറഞ്ഞ പോലെ ഇവിടെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒന്നുമില്ല. അങ്ങോട്ട് എല്ലാം അടച്ച് ഭയങ്കര ഇരുട്ടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ സിറ്റിക്ക് പോവാണ്. അപ്പോൾ മെയിൻ റോഡിലെ ഓപ്പോസിറ്റ് തന്നെ ബീച്ചാണ്, അജ്മാൻ ബീച്ചാണ്. നമുക്ക് അജ്മാൻ ബീച്ചിലോട്ടൊന്ന് പോയി നോക്കാം എന്താ അവസ്ഥ. അവിടെ നിറച്ച് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, നമ്മൾ ഒരുമിച്ചാണ് പോണത്. ഇല്ല, ഞാൻ ഒറ്റക്കൊന്നും ഈ സമയത്ത് എന്തായാലും പോവില്ല. നമുക്ക് നോക്കാം അജ്മാൻ ബീച്ചിൽ പോയിട്ട് എന്താ അവസ്ഥ. 2 മാസമൊക്കെ മുമ്പ് അതിൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നെന്ന്. പക്ഷെ ഇപ്പോൾ നിലവിൽ ചൂടാണ്. എനിക്ക് തോന്നുന്നു ബീച്ചിൻ്റെ ആ സൈഡ് പോകുമ്പോൾ അത്യാവശ്യം തണുപ്പും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അവിടെ നിൽക്കുമ്പോൾ ഇവിടെ നല്ല ചൂടുണ്ട്, വിയർക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളൊരു ചായയൊക്കെ മേടിച്ചു, അല്ല കാപ്പിയൊക്കെ മേടിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ പോണത് അജ്മാൻ ബീച്ചിലോട്ടാണ്. ഇവിടെ എൻ്റെ അടുത്ത്, ഞാൻ എടുത്തേക്കുന്ന റൂമിൻ്റെ അടുത്ത് തന്നെയാണ് അജ്മാൻ ബീച്ച്. അപ്പോൾ നമ്മൾ കാര്യമായിട്ടൊന്നും അങ്ങോട്ട് പോയിട്ടില്ല. നമുക്ക് ഇന്നൊന്ന് പോയി നോക്കാവേ, കാരണം ഇവിടെ ഒത്തിരി ആൾക്കാർ ഇരിപ്പുണ്ട്. ഇവിടെ അങ്ങനെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അവിടെ ബീച്ചിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്നതിനോ അങ്ങനെയൊന്നും പ്രശ്നമില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ. ഇവിടെ ബീച്ചിൽ നിന്ന് മാത്രമല്ല, ഈ മാതിരി എല്ലാ സ്ട്രീറ്റിലും ഇടുന്ന ഒരു സിഗരറ്റ് പോലും വലിച്ചു കഴിഞ്ഞാലും അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പ്രശ്നമില്ലാത്ത ഏരിയ എന്ന് തോന്നുന്നു. അപ്പോൾ ഞാനൊരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് നേരെ ബീച്ചിൽ പോവാണ്. ബീച്ചിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ബീച്ചിൽ പോയിട്ട് പറയാവേ. കാരണം ബീച്ചിലൊക്കെ നല്ല ക്രൗഡ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ രാവിലെയുള്ള ക്രൗഡ് പോലെയാണ് ഇപ്പോൾ രാത്രിയിൽ ഈ സമയത്തുള്ള ക്രൗഡ് കേട്ടോ. അപ്പോൾ അവിടെ എന്താ അവസ്ഥ നോക്കാം. അപ്പോൾ ഇവിടെ സിഗ്നലൊക്കെ കിടക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. എനിക്ക് തോന്നുന്നത് കൂടുതലും UAE കാര്യങ്ങളിലൊക്കെയാണ് പ്രശ്നമുള്ളത്. പിന്നെ ഷാർജയിലൊക്കെ അത്യാവശ്യം പ്രശ്നമുണ്ട്. പക്ഷേ അജ്മാനിലോട്ട് വന്നപ്പോൾ അത്ര വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ മൊത്തം അറാമ്പറപ്പും ഇവിടെ കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് നോക്കാം എന്താ ബീച്ചിൽ പോയിട്ട് എന്താ അവസ്ഥ നോക്കാം. ഇപ്പോഴും കുറേ വണ്ടിയും കാര്യങ്ങളും പോകുന്നു കേട്ടോ. ഇതാണ് അജ്മാൻ മെയിൻ ഏരിയ എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇതാണ് ബീച്ച് ഏരിയ. ഇവിടെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതാണ്. ഇവിടെ അത്യാവശ്യം കുറേ ആൾക്കാരുണ്ട്. അവിടെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ക്യാമറയിൽ അത്ര കിട്ടത്തില്ല. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. എന്താന്ന് പോയി നോക്കണം. എവിടെ പോലീസൊക്കെ ഉണ്ട്. പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഉണ്ട് കേട്ടോ, പോലീസുണ്ട്. പക്ഷെ ഇവിടെ നിന്നിട്ട് എന്താ പറയുക, ഇവിടെ ഡ്രിങ്ക്സ് ബിയറൊക്കെ അടിക്കുന്നത് ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഞാൻ കാണിച്ചു തരാം. കേട്ടോ, സിഗരറ്റൊക്കെ വലിക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നമൊന്നുമില്ല. കോർണിഷ് ഏരിയ ബീച്ചിൻ്റെ ഈ ഒരു ഏരിയയിലാണ്. ആ വഴിയാണ് ഞാൻ എടുത്തേക്കുന്ന റൂമും കാര്യങ്ങളും ഉള്ളത് കേട്ടോ. ഇതാണ് ടോട്ടൽ ഒരു ഏരിയ. ഇവിടെ ഭയങ്കര പതിയാണ് ഈ വേവ് ഒക്കെ വരുന്നത്. തിരമാല ഭയങ്കര പതുക്കെയാണ്, നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ കാറ്റ്. ഞാൻ ആദ്യം പോയപ്പോൾ ആ കാറ്റ് അങ്ങോട്ട് വന്നിട്ടുണ്ട്, എനിക്ക് കിട്ടിയായിരുന്നു. പക്ഷെ നമ്മൾ ആ സ്ട്രീറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ആ കാറ്റ് ഫീലൊന്നും ചെയ്തില്ല. കാറ്റൊക്കെ ഭയങ്കര കുറവ് ഇവിടെ. കാറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഭാഗത്ത് കല്ലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്.
കണ്ടോ? ഞാൻ അധികം സുമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും കാണാൻ പറ്റില്ല, നല്ല ഇരുട്ടാണ്. അപ്പോൾ ഇതാണ് ബീച്ചിൻ്റെ അവസ്ഥ. കുഴപ്പമില്ല, ഇവിടെ വന്ന് ഇരിക്കാം, അത്രേ ഉള്ളൂ. ഓരോ ആൾക്കാരൊക്കെ ഒറ്റയ്ക്ക് വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ഈ ടൈമിൽ കേട്ടോ. അപ്പോൾ നമ്മൾ റൂം എത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ പിന്നെ ബീച്ചിൽ നിൽക്കാൻ തോന്നിയില്ല, കാരണം അവിടെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളിപ്പോൾ റൂമിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ ചെക്കൗട്ട് ചെയ്യണം ഇവിടെ നിന്ന്. കുറച്ച് ക്യാഷ് ഉണ്ട്, നമ്മുടെ അക്കൗണ്ടിലോട്ട് ആക്കണം, അങ്ങനെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. പിന്നെ അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കത് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്യണം. ഇനി 2 ഡേയ്സും കൂടിയും അജ്മാനിലുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോവുള്ളൂ, ദുബായിക്ക് പോവുള്ളൂ. അവിടെ നിന്ന് 4-ാം തീയതിയാണ് നമുക്ക് ഫ്ലൈറ്റ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യയിലോട്ട് പോകും. അപ്പോൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.